ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിലെ പോലീസ് RSS ആയി അത്രേ. ഏതോ ഒരു കൂടിക്കാഴ്ചയുടെ മറവിൽ കേരളത്തിൽ ഒരു അവിശുദ്ധ സഖ്യം പിറവിയെടുക്കാൻ പോകുന്നു അത്രേ. ഞങ്ങൾക്കൊരു ചുക്കുമില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആ ഗോൾവർക്കറുടെ ചിത്രം കാണുമ്പോൾ മുട്ടിലടയാൻ പോയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനില്ലേ RSS ബന്ധം? എടക്കാട് RSSന്റെ ശാഖയ്ക്ക് CPM പ്രവർത്തകരിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ ഞാൻ പോയി കാവൽ നിന്നു എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അനുചരനായി വന്നിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കില്ലേ RSS ബന്ധം? ഞങ്ങൾ എല്ലാ കാലങ്ങളിലും സംഘപരിവാരത്തെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇന്ത്യയിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകാത്തത്? അത് കേരളത്തിൽ ശാഖകൾ ഉണ്ടായിട്ടും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ മുമ്പോട്ടേക്ക് വരുന്ന ഇടതുപക്ഷം ഈ കേരളത്തിന് കാവൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഭയങ്കരം തന്നെ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? നിങ്ങൾ കെ സുധാകരനെ കോട്ട് ചെയ്തു, VD സതീശനെ കോട്ട് ചെയ്തു, നല്ലതാണ് സാർ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചുകൊള്ളുക, 1977 കൂത്തുപറമ്പിൽ ശ്രീ KG മാരാരോടൊപ്പം ചേർന്നുകൊണ്ട് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച നേതാവിന്റെ പേര് VD സതീശൻ എന്നോ കെ സുധാകരൻ എന്നോ എന്നല്ല. ആ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. നിങ്ങൾക്ക് ഈ ആത്മരോഷമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകും. ആ പിണറായി വിജയന്റെ മുമ്പിൽ പോയിട്ട് പാറമേക്കാവിന്റെയും അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവിന്റെയും പ്രാക്ക് കിട്ടിയ അല്ലെങ്കിൽ അവരുടെ ശാപം കിട്ടിയ ജന്മവും പേറിക്കൊണ്ട് ഞങ്ങളെ എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ചോദിക്ക്. മകളുടെ മാസപ്പടി കേസിനെ കുറിച്ച് ചോദിക്ക്. PV Anwar ഉയർത്തി പോലെ മാഫിയാവൽക്കരണത്തെ കുറിച്ച് ചോദിക്ക്. കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുപറ്റുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് ചോദിക്ക്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ റൂമിനകത്ത് കയറി ഒന്ന് കഥപടച്ചിട്ട് കുളിമുറിയിൽ കയറി കഥപടച്ചിട്ട് വെള്ളവും തുറന്നു വിട്ടിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് മുദ്രാവാക്യം വിളിക്കില്ലേ? നിങ്ങൾക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈദേഹം റിസോർട്ടിനെ കൊണ്ടുവന്ന് നിരാമയ എന്ന BJPയുടെ ചന്ദ്രശേഖരന്റെ നിരാമയുമായിട്ട് ലയിപ്പിക്കാൻ ബിസിനസിന്റെ പങ്കാളിത്ത കച്ചവടം നടത്തുമ്പോൾ സഖാവേ RSS BJP നേതാവുമായിട്ട് ബിസിനസ് ബന്ധം വേണ്ട കേട്ടോ എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു ഡിവൈഎഫ്ഐക്കാരുണ്ടായോ? നിങ്ങൾ എന്തിനാ EP ജയരാജനെ പുറത്തെറിഞ്ഞത്? BJPയുടെ ജാവദേക്കറെ കണ്ടു എന്ന് പരസ്യമായി ഇലക്ഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞ EP ജയരാജനേക്കാളും വലിയ RSS ആരാ? പറയും. RSSന്റെ രണ്ടാമത്തെ ആളിനെ ഞാൻ കണ്ടു എന്ന് പരസ്യമായി സമ്മതിച്ച, ലോക ബുക്കുകളും യൂണിഫോമും അതുപോലെ തന്നെ ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച് കണ്ടു എന്ന് സമ്മതിച്ച, രാമാധവനെ കണ്ടു എന്ന് സമ്മതിച്ച ADGPയെ മാറ്റാൻ നിങ്ങൾക്ക് കാല് പറക്കുന്നുണ്ടല്ലേ? ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവരുടെയും ധർമ്മരാജന്റെയും തൃശൂരിലെ ഓഫീസ് സെക്രട്ടറിയെയും സാക്ഷിയാക്കി കൊടുത്ത് നിങ്ങൾ ഒതുക്കി കൊടുത്തൊരു കേസുണ്ട്, കൊടകര കുഴൽപ്പണ കേസ്. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അകത്ത് കിടന്നതിനെ സാക്ഷിയാക്കി കൊടുത്ത് സഹായിച്ചു. എന്തിനറിയോ? കരിവണ്ണൂർ ഒതുക്കാൻ, മകൾക്ക് മാസപ്പടി കേസ് രക്ഷപ്പെടാൻ, SFIS രക്ഷപ്പെടാൻ. അതും ശരിയാ. സുരേന്ദ്രൻ പ്രതിയായ പൂക്കൂടയിൽ പണം കടത്തിയ കേസ് അറസ്റ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്തു, സംരക്ഷിച്ചു. ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? RSSനെ സഹായിക്കാൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ EP ജയരാജൻ RSS ആണ്. നിങ്ങളുടെ അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSS ആണ്. RSS ആണ് പോലീസ് ഭരിക്കുന്നത്. ഇത്രയും മതിയോ? അതാ ഇനിയും വേണോ?